ഗൈസ് അങ്ങനെ ഞങ്ങളിതാ പുഷ്പ കാണാൻ തിരൂർ ഖയാമിൽ എത്തിയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ പുഷ്പ കാണാൻ വേണ്ടിയിട്ട് ഞാനും നമ്മുടെ ബ്രോയും കൂടെ ഖയാം മാജിക് ഫ്രെയിംസിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ പുഷ്പ 9 മണിക്കാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലേ? അതെ, 9 മണിക്ക് പുഷ്പ സ്റ്റാർട്ട് ചെയ്യും. 9 മണി 2 മണി 4 മണി അങ്ങനെയൊക്കെയാണ് ഷോകൾ വരുന്നത്. അപ്പോൾ നമ്മൾ 9 മണിയുടെ ഷോയ്ക്കാണ് നമ്മൾ കയറാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, അപ്പോൾ പുഷ്പ തിരൂർക്കാർ ഏറ്റവും വെയിറ്റ് ചെയ്തിട്ട് കിട്ടിയ ഒരു തിയേറ്ററാണ് മാജിക് ഫ്രെയിംസ് ഖയാം. കാരണം ഒരു നല്ല ക്വാളിറ്റിയുള്ള തിയേറ്റർ അടക്കം നമുക്ക് തിരൂര് എന്ന് പറയുന്ന സ്ഥലത്ത് ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ ലിസ്റ്റിൻ സ്റ്റീഫൻ മാജിക് ഫ്രെയിംസും കൊണ്ട് വന്നിരിക്കുകയാണ്. ഇത് ശരിക്കും എന്താ പറയുക, ഇവർക്ക് കിട്ടിയൊരു ഭാഗ്യം തന്നെ വേണമെങ്കിൽ പറയാം. പക്ഷേ 800 സീറ്റിംഗ് കപ്പാസിറ്റിയാണ് ഈ ഒരു തിയേറ്ററിനകത്ത് വരുന്നത്. അപ്പോൾ എന്തായാലും കയറി നോക്കിയിട്ട് നമുക്ക് എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാം. ഫിലിം റിവ്യൂ ഉണ്ടാവും, ആരും സ്കിപ്പ് ചെയ്യരുത്, ഫുള്ളായിട്ട് കാണാം. ഓക്കെ, അപ്പോൾ എന്താ പറയുക, പുഷ്പ 2 നമ്മൾ മാജിക് ഫ്രെയിമിൽ ഇരുന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ പോവുകയാണ്. അത് വല്ലാത്തൊരു വെയിറ്റ് ചെയ്തിട്ടുള്ളൊരു പടമാണല്ലേ പുഷ്പ 2. എല്ലാവരും നല്ല രീതിയിൽ വെയിറ്റ് ചെയ്തിട്ടുണ്ട് ഈ ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ട്. പിന്നെ എന്താ, ഒരുപാട് നാളത്തെ ഈ ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഫസ്റ്റ് ഷോയ്ക്ക് കയറാൻ പോകുന്ന ആളുകളുണ്ടല്ലോ, ശരിക്കും ഖയാമിൽ ഫിലിം എക്സ്പീരിയൻസ് ചെയ്യാനും അതുപോലെ തന്നെ പുഷ്പ കാണാനും കൂടി വന്നിട്ടുള്ള ആളുകളാണ്. എനിക്ക് തോന്നുന്നത് കൂടുതലും ഈ തിയേറ്റർ പ്രേമികളായിരിക്കും ഇവിടെ ഫസ്റ്റ് ഡേ വന്നിട്ട് സിനിമ കാണുന്നത് എനിക്ക് തോന്നുന്നത്. ഇനാഗ്രേഷൻ കഴിഞ്ഞ് ടിക്കറ്റ്, അതെ, ഇന്നലെ വൈകിട്ട് 5 മണിക്കാണ് ഇനാഗ്രേഷൻ കഴിഞ്ഞത്. പെട്ടെന്ന് ബുക്ക് ആയിരുന്നു. അതെ, ഒരു 6 മണി 6:15 ആയപ്പോഴേക്കിന്, വൈകുന്നേരം ഒരു 6 മണി 6:15 ആയപ്പോഴേക്കിന് ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ പെട്ടെന്ന് തന്നെ നമ്മൾ 2 ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ട് നേരെ വിട്ടതാണ് രാവിലെ. അപ്പോൾ ഇനി സിനിമ കണ്ടിട്ട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ സംസാരിക്കാം. തിയേറ്ററിനെ കുറിച്ചിട്ടുള്ള എല്ലാ സംഭവങ്ങളും നമുക്ക് പറയാം. ഓക്കെ, അപ്പോൾ നമുക്ക് പുഷ്പ കണ്ടിട്ട് വരാം ഗായ്സ്. ഫൈനലി നമ്മളിത് തിരൂർ ഖയാമിൽ എത്തിയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ രാവിലെ 9 മണി ആയത് കാരണം തന്നെ എല്ലാവരും ഇങ്ങനെ തിയേറ്ററിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. കുറേ ബൈക്കും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇനിയും വാഹനം വരാനാണ്, കുറേ പേര് ഇനിയും വരാനാണ് കേട്ടോ. രാവിലെ 8:30 ഇപ്പോൾ സമയം. 9 മണിക്കാണ് ഷോ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ പുഷ്പയുടെ ഒരു ഫ്ലെക്സും കാര്യങ്ങളൊക്കെ വലത്ത് സൈഡിലായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. തിയേറ്ററിൻ്റെ ഏറ്റവും സെൻട്രൽ ഭാഗത്തായിട്ട് ഇവരെ സ്പെസിഫിക്കേഷനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. 4K അൾട്രാ HD ഇവിടെ പ്രൊജക്ടർ വർക്ക് ചെയ്യുന്നത് കേട്ടോ. അതുപോലെ തന്നെ ക്രിസ്റ്റിയുടെ പ്രൊജക്ടറാണ്. അപ്പോൾ തിയേറ്ററിൻ്റെ അടിഭാഗത്തിലൂടെ നമ്മളിങ്ങനെ നടക്കുമ്പോൾ വലത്ത് സൈഡിലായിട്ട് ഐ ലവ് തിരൂർ എന്ന് പറഞ്ഞിട്ട് ഒരു സംഭവമൊക്കെ വെച്ചിട്ടുണ്ട്. അത് ഏതായാലും നൈസായി. അവിടെ വന്നിട്ട് കുറേ ആളുകൾ സെൽഫിയൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ സ്റ്റെപ്പ് ഇങ്ങനെ കയറിപ്പോയി കഴിഞ്ഞാലാണ് നമുക്ക് തിയേറ്ററിൻ്റെ ഫസ്റ്റ് ഫ്ലോർ എത്തട്ടോ. അതിന് 2 ഫ്ലോറുകളാണുള്ളത്. ഫസ്റ്റ് ഫ്ലോറിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. അതായത് ബാൽക്കണിയുടെ തൊട്ട് താഴെ ഇരിക്കേണ്ട ആളുകൾ ഈ ഫസ്റ്റ് ഫ്ലോറിൽ കൂടെയാണ് നമ്മൾ കയറേണ്ടത് കേട്ടോ. അവിടെ ചെറിയൊരു സ്നാക്ക് കൗണ്ടറും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ ആളുകളൊക്കെ ഇവിടുന്ന് നമുക്ക് നേരെ തിയേറ്ററിൻ്റെ അകത്തേക്ക് പ്രവേശിക്കാനുള്ള ഒരു സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടെ കുറേ നടന്മാരുടെയും അതുപോലെ തന്നെ ഡയറക്ടേഴ്സിൻ്റെയും ഒക്കെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. അതിൻ്റെ സെൻറ്റർ ഭാഗത്തായിട്ട് മാജിക് ഫ്രെയിംസിൻ്റെ ഒരു ലോഗോയും കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ആളുകളൊക്കെ തിയേറ്ററിൽ കയറി തുടങ്ങി. നമുക്കിതിൻ്റെ സെക്കൻഡ് ഫ്ലോറിലേക്ക് ഒന്ന് കയറി നോക്കാം. അവിടെയാണ് ബാൽക്കണിയിലെ എൻട്രി. 200 രൂപയുടെ ടിക്കറ്റിൻ്റെ എൻട്രി ബാൽക്കണിയിലാണ് കേട്ടോ. അവിടെയും ഒരു സ്നാക്ക് കൗണ്ടറും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നാണ് കേട്ടത്. ഏതായാലും നമുക്ക് പോയി നോക്കാം. ഗോൾഡ് ക്ലാസ് എന്നൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. അതായത് 200 രൂപയുടെ ടിക്കറ്റ് ഇതേ ബാൽക്കണിയിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ഇരിക്കാനും കാര്യങ്ങൾക്ക് ഒരു ചെറിയൊരു സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. ഫാമിലിയൊക്കെ വരികയാണെങ്കിൽ ചെറിയ റെസ്റ്റ് റൂമും കാര്യങ്ങളൊക്കെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നേരെ പോയിട്ട് ഇതേ ഇടത്ത സൈഡിൽ കാണുന്ന ആ ഒരു ഡോറുണ്ടല്ലോ, അത് തുറന്നു കഴിഞ്ഞാൽ നമുക്ക് ബാൽക്കണിയിലേക്കുള്ള എൻട്രിയാണ് കേട്ടോ. അപ്പോൾ ഈ വലത്ത് സൈഡിലായിട്ട് കുറച്ച് യുവ നടന്മാരുടെ അതുപോലെ തന്നെ കുറച്ച് നടന്മാരുടെയൊക്കെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നേരെ നോക്കിക്കഴിഞ്ഞാൽ സ്നാക്ക് കൗണ്ടറും സെറ്റ് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം ഫുഡും കാര്യങ്ങളൊക്കെ സ്നാക്ക് കൗണ്ടറിലുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ നേരെ ഈ കോണി ഇറങ്ങിക്കഴിഞ്ഞാൽ, അതായത് ഫസ്റ്റ് ഫ്ലോറിലേക്ക് ഒരു കോണുണ്ട്, അതുവഴി നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞാൽ ഈ ഒരു വലത്ത് സൈഡിലുള്ള വാളിൽ എല്ലാം നല്ല ആകർഷകമായിട്ടുള്ള പിക്ചേഴ്സ് അതുപോലെ തന്നെ ഓരോ നടന്മാരുടെയും ഫോട്ടോസും കാര്യങ്ങളൊക്കെ സൈഡിലും ഒക്കെ ആയിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കാണാൻ തന്നെ നല്ല രസമുണ്ട്.
ഒരു കാർട്ടൂൺ പോലെയാണ് വരച്ച് വെച്ചിട്ടുള്ളത് കേട്ടോ. പിന്നെ നേരെ നോക്കുമ്പോൾ 100 കോടി കടന്നിട്ടുള്ള സിനിമകളുടെ എല്ലാ പോസ്റ്റേഴ്സും അവിടെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഇതേ നമ്മൾ ഫസ്റ്റ് ഫ്ലോറിലേക്ക് ഇങ്ങനെ കാണുമ്പോൾ ഒരുപാട് നടന്മാരുടെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. നല്ല ഭംഗിയാക്കിയിട്ടുണ്ട്. കാരണം ടോട്ടലി ഗയാം ആകെ മാറി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഗൈസ്. അപ്പോൾ ഇനി നമ്മൾ ബാൽക്കണിയുടെ സീറ്റും കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കാൻ വേണ്ടിയിട്ട് ബാൽക്കണിയിൽ കയറിയിരിക്കുകയാണ് കേട്ടോ. കർട്ടനൊക്കെ താഴ്ത്തിയിട്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് ഒന്ന് സീറ്റിലൊക്കെ ഒന്ന് ഇരുന്നിട്ട് നോക്കാം. നമ്മളേതായാലും താഴെ 150ൻ്റെ സിൽവർ ക്ലാസ്സിലാണ് നമ്മൾ എടുത്തിട്ടുള്ളത് ടിക്കറ്റ്. അപ്പോൾ ബാൽക്കണിയുടെ സീറ്റിൽ ഞാൻ ജസ്റ്റ് ഒന്ന് ഇരുന്ന് നോക്കിയിട്ടോ. നല്ല രീതിയിൽ നമുക്ക് കംഫർട്ട് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. നല്ല രീതിയിൽ നമുക്ക് സുഖിച്ചിരുന്ന് സിനിമ കാണാൻ പറ്റുന്ന ഒരു പൊസിഷൻ തന്നെയാണ് ഇവിടെ. ഫാമിലിയായിട്ടൊക്കെ വരുന്ന ആളുകൾ ബാൽക്കണിയിൽ, അതായത് ഗോൾഡ് ക്ലാസ്സിൽ ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. 200 രൂപയാണ് ഇവിടുത്തെ ടിക്കറ്റ് ചാർജ് എന്ന് പറയുന്നത് കേട്ടോ, ബാൽക്കണിയിലെ ടിക്കറ്റ് ചാർജ്. അപ്പോൾ എന്തായാലും നമുക്ക് താഴ്ഭാഗത്തേക്ക് പോകട്ടെ. താഴത്താണ് നമ്മുടെ സീറ്റ് വരുന്നത് സിൽവർ ക്ലാസ്സിൽ. അപ്പോൾ നമുക്ക് നേരെ അടിയിൽ പോകാം. ബോക്സ് ഓഫീസ്. അപ്പോൾ ഇനി നേരെ ഇതുവഴി നമ്മളാണ് കയറി കഴിഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് ഫ്ലോറിലേക്ക് കടക്കണം. അപ്പോൾ ഇത് നമ്മളിപ്പോൾ നിൽക്കുന്നത് ഗ്രൗണ്ട് ഫ്ലോറിലാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ചെറിയൊരു ബോക്സ് ഓഫീസും കാര്യങ്ങളും വരുന്നുണ്ട്. ഇതേ നമ്മുടെ പുഷ്പയുടെ ചെറിയൊരു പോസ്റ്റർ ഇവിടെ വോളിൽ വെച്ചിട്ടുണ്ട്. പിന്നെ ഇങ്ങോട്ട് തിരിഞ്ഞു കഴിഞ്ഞാൽ ഖയാമിൻ്റെ കുറേ പഴയ കാലത്തുള്ള ഫോട്ടോസും കാര്യങ്ങളും ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. മമ്മൂക്കയാണിത് പണ്ട് കാലത്ത് ഖയാം ഉദ്ഘാടനം ചെയ്യാൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ആ ഒരു നൊസ്റ്റാൾജിക് ഫീൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ കിട്ടുന്നുണ്ട് കണ്ടോ. ഇവിടെ മമ്മൂക്ക വന്നിട്ട് ഉദ്ഘാടനം ചെയ്യുന്ന ഫോട്ടോസും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഏത് വർഷത്തിലാണ് അതൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് നേരെ തിയേറ്ററിൻ്റെ ഉള്ളിലേക്ക് കിടക്കാം. മച്ചാൻ ടിക്കറ്റ് കൊടുത്തു. ഇനി നമ്മൾ നേരെ ഉള്ളിലേക്ക് കിടക്കുകയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും അവരുടേതായ സീറ്റുകളൊക്കെ തപ്പിപ്പിടിച്ച് ഇരുന്നിട്ടുണ്ട്. അത്യാവശ്യം ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ കയറി വരുന്ന സമയത്ത് തിയേറ്ററിൻ്റെ സീറ്റിലേക്ക് ടോർച്ചടിച്ച് നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. നല്ല രീതിയിൽ വെളിച്ചം സെറ്റ് ചെയ്തിട്ടുണ്ട്. 2 സൈഡിലായിട്ട് നല്ല ഭംഗിയുള്ള LED സ്ട്രിപ്സൊക്കെ കൊടുത്ത് നല്ല രീതിയിൽ ഭംഗിയാക്കി വെച്ചിട്ടുണ്ട്. മാജിക് ഫ്രെയിംസിൻ്റെ കുറേ ലോഗോകളൊക്കെ വെച്ചിട്ടുണ്ട്. ലോഗോ കുറച്ച് കൂടിപ്പോയോ എന്നൊരു എനിക്കൊരു ഡൗട്ട് കേട്ടോ. കാരണം എല്ലാ സ്ഥലത്തും മാജിക് ഫ്രെയിംസിൻ്റെ ലോഗോ ആണ് കാണുന്നത്. ഇവിടെ താഴത്തും 2 സബ് ഉണ്ട്, മുകളിൽ ബാൽക്കണിയിലും 2 സബ് കൊടുത്തിട്ടുണ്ട്. ടോട്ടലായിട്ട് 4 സബും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. പിന്നെ 18 സ്പീക്കറും കാര്യങ്ങളൊക്കെയാണ് സൈഡിൽ വരുന്നത് കേട്ടോ. അപ്പോൾ ഇതേ കർട്ടൻ റേസിങ് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ മലപ്പുറം ജില്ലയിൽ ഫസ്റ്റാണ് ഇവിടെ കർട്ടൻ റേസിങ് കാണുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും സിനിമയെക്കുറിച്ചും അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാനുണ്ട്. ആരും സ്കിപ്പ് അടിക്കാതെ ഫുള്ളായിട്ട് കാണാം കേട്ടോ. അപ്പോൾ സിനിമ കഴിഞ്ഞിട്ട് സംസാരിക്കാം. ഗൈസ്, അപ്പോൾ ദേ ഞങ്ങൾ മാജിക് ഫ്രെയിംസ് ഖയാമിൽ നിന്നും പുഷ്പ കണ്ട് ഇറങ്ങിയിരിക്കുകയാണ്. ഓക്കെ, ആദ്യം തന്നെ നമുക്ക് പുഷ്പയുടെ റിവ്യൂയിലേക്ക് കടക്കാം. അതിനുശേഷം നമുക്ക് തിയേറ്ററിനെ കുറിച്ചും തിയേറ്റർ എക്സ്പീരിയൻസിനെ കുറിച്ചും നമുക്ക് ഷെയർ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് തന്നെ പുഷ്പ 9 മണിയുടെ ഷോയ്ക്കാണ് ഞങ്ങൾ പുഷ്പയ്ക്ക് കയറുന്നത്. ഓക്കെ, സുകുമാറാണ് ഈ ഒരു സിനിമയുടെ ഡയറക്ഷൻ വരുന്നത്. പുഷ്പ ദി റൂൾ ഫസ്റ്റ് പാർട്ട് 2021 റിലീസാവുന്നത്. പക്ഷേ അന്ന് തൊട്ടുള്ളൊരു എന്താ പറയുക, പുഷ്പ 2-നോടൊരു വെയിറ്റിംഗ് ആണ് ഇന്നിവിടെ. അന്ന് തൊട്ടുള്ളൊരു വെയിറ്റിംഗ് ആണ് ഇന്നിവിടെ ഒരു എൻ്റെ ആയിരിക്കുന്നത് കേട്ടോ. ശരിക്കും ഞങ്ങൾ പുഷ്പ കണ്ടപ്പോൾ ഞങ്ങൾക്ക് തോന്നിയൊരു അനുഭവം എന്ന് പറഞ്ഞത് എല്ലാം കുറച്ച് ഓവറായിട്ടാണ് ഈ ഒരു സിനിമയ്ക്കകത്ത് വന്നിട്ടുള്ളത്. ഓക്കെ, ശരിക്കും ആ ഫസ്റ്റ് പാർട്ടിൽ തന്നെ ഈ ഒരു സിനിമ അങ്ങോട്ട് ഒതുക്കി കളയായിരുന്നു നല്ലത്. സെക്കൻഡ് പാർട്ടിൻ്റെ ഒരാവശ്യം ഉണ്ടായിരുന്നില്ല. പിന്നെ അല്ലു അർജുൻ്റെ പെർഫോമൻസ്, സ്റ്റണ്ടായാലും എന്തായാലും അദ്ദേഹമൊക്കെ പക്കായിട്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. പക്ഷേ എല്ലാം കുറച്ച് ഓവറാണ്. ഒരു അമാനുഷികൻ എങ്ങനെ സ്റ്റണ്ട് ചെയ്യുന്നത് അതുപോലെയൊക്കെയാണ് നമുക്ക് ഫീൽ ആയത്. ഒന്നുകൂടെ നമുക്ക് ഒരു ഇൻട്രോ ഉണ്ട്, സ്പൈഡർമാനൊക്കെ പോകുന്നത്. അതെ, ഫസ്റ്റ് ഒരു ജപ്പാനിൽ നിന്നൊരു
ഇൻട്രോ ഒക്കെ കാണിക്കുന്ന ഒരു തുറമുഖത്തൊക്കെ വെച്ചിട്ട് അതൊക്കെ എന്താണ് നമുക്ക് തോന്നുന്നത്. അതെ, എന്താണ് കാണിച്ചു വെച്ചിരിക്കുന്നത് അല്ലേ? ഒരു ഒരു അല്ലുവിന്റെ ഒരു ഒരു എൻട്രിക്ക് വേണ്ടിയിട്ട് ചെയ്തു വെച്ച പോലെയാണ് നമുക്ക് ഫീൽ ആയത്. ശരിക്കും അതിൻ്റെയൊക്കെ ആവശ്യം എന്തായിരുന്നു? അവിടെ പോയിട്ടൊക്കെ പറന്നടിക്കുന്നു, എന്തൊക്കെ കാണിച്ചു കൂട്ടി വെച്ചിരിക്കുന്നത്. പിന്നെ നോർമലായിട്ട് പിന്നെ പുഷ്പരാജിൻ്റെ ആ ഒരു ഗ്രാമത്തേക്ക് വരുന്നു, അവിടെ നടക്കുന്ന സംഭവങ്ങൾ, ഫഹദിൻ്റെ എൻട്രി, കാര്യങ്ങളൊക്കെ ഒന്നും പറയാനില്ല കേട്ടോ. ഇതിൽ കാണാൻ എന്താണെന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ ഫഹദിൻ്റെ ആ ഒരു പോർഷൻസും കാര്യങ്ങളും സീക്വൻസുകളും മാത്രമുള്ളതിൽ കുറച്ചുകൂടി എൻഗേജിങ് ആയിട്ട് പോണത് അല്ലേ? ഫഹദിൻ്റെ പെർഫോമൻസ് എങ്ങനെയുണ്ട്? ഫഹദ് നമുക്ക് എടുത്തു പറയാം, ഒരു അത്രയും നല്ല ഒരു കിടുവായിട്ടുള്ള തോന്നിയിട്ടുള്ളത് ഫഹദിന്റെ പോർഷൻസ് ആണ്. അതെ, ഫഹദിന്റെ ഭാഗങ്ങള് ചിലതൊക്കെ കൊള്ളാം. ആ ഫാന്റസി ആയിട്ടുള്ള കുറെ സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇനി ഫഹദ് തേർഡ് പാർട്ട് വരുന്നുണ്ട് ഇത് ലാസ്റ്റ് ആയിട്ട് കാണിക്കുന്നുണ്ട്. ഇതിനി ഫഹദ് തേർഡ് പാർട്ടിൽ വരുമോ ഇല്ലെന്നൊന്നും അറിയില്ല. കാരണം ഇതൊരു ബ്ലാസ്റ്റിംഗ് ആയി കാണിക്കുന്നുണ്ട്. അതിൽ എന്താ ഫഹദ് എന്താണ് ഒന്നും നമുക്കറിയില്ല. പക്ഷെ ശരിക്കും ഫഹദും നമ്മുടെ അല്ലു അർജുനും തമ്മിലുള്ള വാക്ക് തർക്കങ്ങൾ, അതുപോലെ തന്നെ വാക്കേറ്റങ്ങൾ കാണിച്ച് എന്താ പറയുക, അങ്ങനത്തെ അല്ലാതെ ഫൈറ്റും കാര്യങ്ങളൊന്നും ഇതിനകത്ത് ഫഹദും അല്ലുവും തമ്മിൽ വരുന്നില്ല. പുഷ്പ 1-ലെ സോങ്ങും ഇതിലുള്ള സോങ്ങും കൂടി വെച്ച് നോക്കുമ്പോൾ എനിക്ക് എന്താ തോന്നിയത്? എനിക്ക് വലിയ സുഖം കിട്ടില്ല. പുഷ്പ 1-ൽ നല്ല നമുക്ക് മനസ്സിൽ തട്ടുന്ന കുറേ സോങ്സ് ഉണ്ടായിരുന്നു. മറ്റേ ശ്രീവല്ലി ആയാലും അതെ, അതൊക്കെ നമ്മൾ പാടി നടന്നിരുന്നു അല്ലേ? ആ സാരി എടുത്ത് വന്നിട്ടൊരു പാട്ടുണ്ടല്ലോ, സാരി എടുത്ത് വന്നിട്ടൊരു പാട്ടില്ലേ, അതില് പാട്ടുകൾ പൊതുവെ 1-നെ അപേക്ഷിച്ച് നമുക്ക് ഇതില് വലിയ സുഖം കിട്ടിയില്ല. അതെ, നമ്മൾ മറ്റേത് ആ ശ്രീവല്ലിയൊക്കെ ആയാലും നമ്മളെല്ലാവരും പാടി നടന്നിറങ്ങുന്ന കുറേ ലൈൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതെ അതെ, റീൽസിലായാലും എല്ലാത്തിലായാലും നമ്മൾ ഒരുപാട് ആളുകൾ പാടി നടന്ന പാട്ടായിരുന്നു പുഷ്പ 1-ലേത്. പക്ഷേ ഇതിൽ നോക്കുമ്പോൾ നമുക്ക് പാട്ടുകളൊന്നും അത്ര എൻഗേജിങ്, പാട്ടുകളൊന്നും അത്ര മനസ്സിൽ തട്ടുന്നതും ഓർത്തിരിക്കാൻ പറ്റുന്ന പാട്ടുകളൊന്നും ഈ ഒരു സിനിമയ്ക്കകത്ത് നമ്മൾ കണ്ടില്ല. പാട്ട് സീൻസും കാര്യങ്ങളും അതൊക്കെ ഗംഭീരമായിട്ട് തന്നെ എടുത്തിട്ടുണ്ട്. അതെ, ആ സാരി വേഷം കെട്ടി വരുന്ന സംഭവം. പക്ഷെ തുടക്കം മുതൽ അവസാനം വരെ 3.5 മണിക്കൂർ ഈ ഒരു സിനിമ കണ്ടിരിക്കാൻ, പക്ഷെ നമുക്ക് അത്രയ്ക്ക് വലിയ ലാഗും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിലും അല്ലേ, എൻഗേജിങ് ആയിട്ട് പോകുന്നുണ്ട്. സീരിയൽ മാതിരിയൊക്കെ തോന്നുന്നുണ്ട് ഇടയ്ക്കൊക്കെ അല്ലേ. അങ്ങനെയൊക്കെ എടുത്തു വെച്ചേക്ക്. ഇത്രയും നമ്മൾ വെയിറ്റ് ചെയ്തിട്ട് ഒരു സിനിമ ഇറക്കുമ്പോൾ അത്രയ്ക്കും കെയർ ചെയ്തിട്ടും ശ്രദ്ധിച്ചിട്ടും വേണ്ട ഒരു സിനിമയ്ക്ക് ഇറക്കുമ്പോൾ. സുകുമാർ എന്ന് പറഞ്ഞ ഡയറക്ടറൊക്കെ ശരിക്കും ശ്രദ്ധിക്കേണ്ടതായിരുന്നു ഒരു സിനിമ എടുക്കുന്ന സമയത്ത്. എന്തായാലും പുഷ്പ 3 ഒക്കെ വരുന്നുണ്ട് അതെ. നിങ്ങൾക്ക് ടിക്കറ്റ് എടുക്കാന്നുണ്ടെങ്കിൽ ഫഹദിന്റെ ആ പെർഫോമൻസും കാര്യങ്ങളും കാണണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ടിക്കറ്റ് എടുത്ത സിനിമ. ക്ലൈമാക്സിലെ ആ ഫൈറ്റ് എങ്ങനെ ഉണ്ടായിരുന്നു? അത് നീ പറ, ഫൈറ്റ് എങ്ങനെ ഉണ്ടായിരുന്നു ക്ലൈമാക്സിലെ? വെറും ഒരു എന്താ പറയുക, ക്ലൈമാക്സ് ഫൈറ്റൊക്കെ നിങ്ങൾ തിയേറ്ററിൽ പോയി കാണുകയാണെങ്കിൽ ചിരിച്ച് ചാവും അമ്മാരിയുള്ളൊരു സാധനമാണ് ചെയ്തു വെച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങൾ സിനിമ തിയേറ്ററിൽ പോയി കാണുകയാണെങ്കിൽ കണ്ടോളൂ, കുഴപ്പമൊന്നുമില്ല. ഫഹദിൻ്റെ ആ ഒരു സംഭവങ്ങളൊക്കെ കണ്ടിരിക്കാൻ നല്ല നൈസായിട്ടുണ്ട്. പിന്നെ അല്ലും 3.5 മണിക്കൂറാണ് പടം വരുന്നത്. ഫസ്റ്റ് ഹാഫ് നമുക്ക് എങ്ങനെയും കണ്ടിരിക്കാം, സെക്കൻഡ് ഹാഫും അതേ റേഞ്ചിലേക്ക് തന്നെയാണ് പോണത്. അതെ, എന്തെങ്കിലുമൊക്കെ വരും നമ്മൾ എന്തെങ്കിലും ഉണ്ട് എന്ന് വെച്ചിട്ടല്ലേ സെക്കൻഡ് ഹാഫ് കാണാതിരിക്കരുത്. പക്ഷെ അത് നമുക്ക് കിട്ടിയില്ല ഇതിൽ പറയാം. ശരിയാ, ശരിക്കും നമ്മൾ എന്തെങ്കിലുമൊക്കെ വെറൈറ്റീസ് സെക്കൻഡ് ഹാഫിൽ വരും എന്ന് വിചാരിച്ചു, ഒന്നും വന്നില്ല. പിന്നെ ഫഹദും നമ്മൾ അല്ലുവും തമ്മിലുള്ള നല്ലൊരു ഫൈറ്റ് ഉണ്ടാവുമെന്ന് വിചാരിച്ചു, അതും ഉണ്ടായില്ല. അങ്ങനെയൊക്കെ ആയിരുന്നു സംഭവങ്ങൾ. ഇനി കഥ വേറെ ലെവലിലേക്ക് അങ്ങോട്ടൊക്കെ മാറുന്നുണ്ട്. പാർട്ട് 3 ഒക്കെ വരുന്നുണ്ട് കേട്ടോ. ഇനി എന്താണെന്നൊന്നും പറയാൻ പറ്റില്ല. എന്തിനാണ് 3 ഒക്കെ എടുക്കുന്നത് എന്നൊരു ചോദ്യചിഹ്നം എല്ലാവരുടെ മനസ്സിലുണ്ട്. ഓക്കെ, സിനിമ കാണാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് തിയേറ്ററിൽ വന്നിട്ട് ഇത് എക്സ്പീരിയൻസ് ചെയ്യാം കേട്ടോ. കാരണം ഒരു വൺ ടൈം വാച്ചബിൾ എന്നൊക്കെ പറഞ്ഞാൽ പറയാവുന്നതാണ്, എങ്കിലും കൂടിയിട്ട് പലർക്കും പല ഇഷ്ടങ്ങളായിരിക്കും. ഞങ്ങൾക്ക് തോന്നിയത് ഇങ്ങനെയാണ്. അപ്പോൾ അത് കാരണമാണ് ഞങ്ങൾ ഇങ്ങനെയൊരു റിവ്യൂ ആയിട്ട് വന്നത് കേട്ടോ. അപ്പോൾ പലർക്കും പല അഭിപ്രായങ്ങളായിരിക്കുമല്ലോ. അപ്പോൾ എന്തായാലും 1-നെ അപേക്ഷിച്ച് നോക്കുമ്പോൾ പോരാ, അത്രയാണ് പറയാനുള്ളൂ. അപ്പോൾ എന്തായാലും ഇതിൽ ആ 1-നെക്കാട്ടിയും നല്ലൊരു എല്ലാവരും പ്രതീക്ഷിക്കുന്ന എന്താ അറിയോ, KGF ഇറങ്ങിയല്ലോ, KGF 2 അതിഗംഭീരമായിരുന്നു. ഒരു KGF ടച്ചൊക്കെ വന്നു അവിടെയും ഇവിടെയൊക്കെ ആയിട്ട്. അതിൽ സ്വർണ്ണാണെങ്കിൽ ഇതിൽ ചന്ദനാണ്. അതുപോലെയുള്ളൊരു മാറ്റം നമുക്ക് ഫീൽ ചെയ്തു. അവിടെയും ഇവിടെയൊക്കെ ഏകദേശമൊക്കെ മാറ്റി. അതുപോലെ തന്നെ ഈ ഒരു സിനിമയ്ക്കകത്ത് ഫാമിലി റിലേറ്റഡ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ട്. അങ്ങനെയൊക്കെ വന്നിട്ടുണ്ടല്ലേ.
ടോട്ടലായിട്ട് ഒരു 1 ടൈം ആയിട്ടൊക്കെ ഒന്ന് കണ്ടു പോവാം എന്ന് തോന്നുന്നു. കാരണം കുറച്ചധികം എന്താ പറയുക, കണ്ടിരിക്കാനൊക്കെ കുറേ സംഭവങ്ങളുണ്ട് ഇതിനകത്ത്. അപ്പോൾ സിനിമ റിവ്യൂവും കാര്യങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് തിയേറ്ററിനെ കുറിച്ച് ജസ്റ്റ് ഒന്ന് പറയാം. അപ്പോൾ തിയേറ്റർ മാജിക് ഫ്രെയിംസ് ഖയാം, എന്താ പറയുക, തിയേറ്ററിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് കയറുമ്പോൾ തന്നെ ഇവർ ചെയ്തു വെച്ചിട്ടുള്ളത് ഭയങ്കരമായിട്ടുള്ള ഒരു മാറ്റമാണ് കേട്ടോ. പഴയ തിയേറ്റർ എത്രയോ ബെറ്റർ ആക്കിയിട്ടുണ്ട്, എത്രയോ ബെറ്റർ. എന്താ പറയുക, നമ്മൾ കയറുമ്പോൾ തന്നെ ഇൻറ്റീരിയർ ആയാലും നമ്മുടെ വാളുകളായാലും എല്ലാം പടങ്ങളും കാര്യങ്ങളൊക്കെ ഒന്ന് വെച്ച് അടിപൊളിയാക്കിയിട്ടുണ്ട്. നടന്മാരെ എല്ലാവരും ഫോട്ടോസും കാര്യങ്ങളൊക്കെ വെച്ച് നമുക്ക് ഉദ്ഘാടനം ചെയ്യാൻ വരുന്ന ഫോട്ടോ ഒക്കെ വെച്ചിട്ടുണ്ട്. പഴയ ഖയാം ഉദ്ഘാടനം ചെയ്യാൻ വരുന്ന ഫോട്ടോസും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ 800 സീറ്റിംഗ് കപ്പാസിറ്റിയാണ് ഈ ഒരു തിയേറ്ററിൽ വരുന്നത്. 800 സീറ്റിംഗ് കപ്പാസിറ്റി അത്യാവശ്യം വലിയൊരു തിയേറ്റർ തന്നെയാണ്. നമ്മളെ മലപ്പുറം ജില്ലയിൽ വെച്ചിട്ട് ഏറ്റവും വലിയൊരു തിയേറ്റർ ഇനി ഖയാമാണ് കേട്ടോ. അപ്പോൾ ക്രിസ്റ്റിയുടെ പ്രൊജക്ഷനാണ് വരുന്നത്. ക്രിസ്റ്റിയുടെ പ്രൊജക്ഷൻ 4K 3D എല്ലാം ഉണ്ട്. ഇതിൽ കൂടുതൽ തിരൂർക്കാർക്ക് ഇനിയൊരു ഇതിൻ്റെ മുകളിൽ ഇനിയൊരു തിയേറ്റർ വരാനില്ല. അത്രയും ഗംഭീരമായിട്ടാണ് ഈ ഒരു തിയേറ്റർ ഒരുക്കി വെച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ മുകളിലെ ടിക്കറ്റ് റേറ്റ് എന്ന് പറയുന്നത് 200 അടിയിൽ നമുക്ക് 150 അങ്ങനെയാണ് ടിക്കറ്റ് ചാർജ് വരുന്നത്. ബാൽക്കണിയിൽ 200 അടിയിൽ എത്രയാണ് 150 രൂപ അങ്ങനെയാണ് ടിക്കറ്റ് റേറ്റും കാര്യങ്ങളും വരുന്നത്. ഓക്കെ, നല്ല രീതിയിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി. ഇതുവരെ ഞങ്ങൾ തിയേറ്ററിൽ പോയിട്ട് സിനിമ കണ്ടതിൽ പറ്റി ഏറ്റവും നല്ല രീതിയിൽ തന്നെ ഞങ്ങൾക്ക് സൗണ്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിട്ടോ. അത് തന്നെ വലിയൊരു കാര്യം. സൗണ്ടും സ്ക്രീനും അത്യാവശ്യം നല്ല ഒരു എക്സ്പീരിയൻസ് തന്നെ ആയിരുന്നു. ഇതാണ് നമുക്ക് ഖയാമിനെ കുറിച്ച് പറയാനുള്ളത്. ഓക്കെ, അപ്പോൾ എന്താ പറയുക, അടുത്തൊരു വീഡിയോ നമുക്ക് കാണാം അല്ലേ? അടുത്തൊരു വീഡിയോയിലൂടെ നമുക്ക് കാണാം. ഒരു തവണ കൂടി ഞങ്ങൾ ഈ തിയേറ്ററിലേക്ക് വരും കേട്ടോ. അതൊരു മാസ് പടം കാണാനായിരിക്കും. മാർക്കോയോ അതുപോലെ തന്നെ വേറെ ഏതെങ്കിലുമൊക്കെ ഒരു സിനിമ കാണാൻ ഞങ്ങൾ ഈ ഒരു തിയേറ്ററിലേക്ക് തന്നെ വരും. ഓക്കെ, സൗണ്ട് എക്സ്പീരിയൻസ്, അതെ, സൗണ്ട് ഞങ്ങൾക്ക് അത്രയ്ക്കും ഇഷ്ടപ്പെട്ടു. അത്രയ്ക്കും നല്ല രീതിയിൽ ക്ലാരിറ്റി ഉള്ള ബാസുള്ള സൗണ്ടാണ് ഈ ഒരു തിയേറ്ററിൽ സെറ്റ് ചെയ്തിട്ടുള്ളത്. കാണാത്തവർ എത്രയും പെട്ടെന്ന് തന്നെ ഈ ഒരു സിനിമ, ഏതെങ്കിലും ഒരു സിനിമ ഈ ഒരു തിയേറ്ററിൽ വന്നിട്ട് കണ്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയ ഒരു നല്ല സിനിമയ്ക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയ തിയേറ്ററാണ് നമ്മളെ മലപ്പുറം ജില്ലയിൽ വെച്ചിട്ട് തന്നെ ഏറ്റവും നല്ലൊരു തിയേറ്ററാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഹാർക്നെസ്സിൻ്റെ സ്ക്രീനും കാര്യങ്ങളൊക്കെയാണ് വെച്ചിട്ടുള്ളത്. ഹാർക്നെസ് 3D DTS സറൗണ്ട് ക്രിസ്റ്റിയുടെ അൾട്രാ 4K HD ആണ് വരുന്നത് കേട്ടോ. അൾട്രാ 4K HD. അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നമുക്ക് പിക്ചർ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് സിനിമ കഴിഞ്ഞു. ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. സ്റ്റേ സേഫ്, ടേക്ക് കെയർ.